ഖിൽഷ, എത്ര കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക? ഗോപീഷ്, നിലവിൽ എത്തിയിരിക്കുന്ന മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയിൽ ഏതാണ്ട് 1960ഓളം കണ്ടെയ്നറുകൾ അത് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്കറിയുന്നത് പോലെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ നമ്മുടെ മദർഷിപ്പ്, വിഴിഞ്ഞത്തേക്ക് എത്തിയ ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയാണ്. ആ സാൻ ഫെർണാണ്ടോയിൽ നിന്ന് 1960 കണ്ടെയ്നറുകളാണ് നിലവിൽ ഈ തുറമുഖത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കപ്പലിന് മുകളിലായി നമുക്ക് കാണാൻ കഴിയുന്ന ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ, ആ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ മുകളിലേക്ക് ഉയർത്തുകയും അതിനുശേഷം അത് ഈ തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിന് പിന്നാലെ യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തുറമുഖത്തെ കണ്ടെയ്നർ യാർഡിലേക്ക് മാറ്റുന്നത്. എന്തായാലും ഇന്നും നാളെയുമാകും ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെയ്നറുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രവർത്തനങ്ങൾ നടക്കുക. നാളെയാണ് ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സ്വീകരണം കപ്പലിന് നൽകും. അതിനുശേഷം വൈകിട്ടോട് തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ മുഴുവൻ വിഴിഞ്ഞത്തിറക്കിയതിനു ശേഷം കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കുമെന്നുള്ളതാണ് നിലവിൽ തുറമുഖ അധികൃതർ ഉൾപ്പെടെ നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും ഈ കപ്പൽ പോയതിനു ശേഷം, നാളത്തെ പരിപാടിയും കഴിഞ്ഞ് കപ്പൽ ഇവിടെ നിന്ന് പോയതിനു ശേഷം 2 ഫീഡർ കപ്പലുകൾ അത് മഹാരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ ഗുജറാത്തിലെ തുറമുഖത്ത് നിന്നും വിഴിഞ്ഞത്തെത്തും. അത് ഇങ്ങോട്ടേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. ആ 2 ഫീഡർ കപ്പലുകൾ എത്തി ഇവിടെ ഇറക്കിയ ചരക്കുകളെ ആ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റും. ഇവിടെ നിന്ന് രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്ക് ഈ ചരക്കുകൾ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിനുശേഷം ഈ 2 ഫീഡർ കപ്പലുകൾ വന്നതിന് ശേഷം അതിന് പിന്നാലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് എത്തും. തുറമുഖത്ത് മറ്റ് അനേകം ഫീഡർ കപ്പലുകൾ എത്തും. നിരവധി ചരക്കുകളുമായി നിരവധി കപ്പലുകൾ എത്തും. അത് വരുന്നൊരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസത്തോളം ഈ ട്രെയിൽ റണ്ണുമായി ബന്ധപ്പെട്ട് വലിയ ചരക്ക് നീക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. എന്തായാലും വൻ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നത് ഈ നവംബർ മാസത്തോടു കൂടി തന്നെ ഈ ട്രയൽ റണ്ണും പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ വിലയിരുത്തുന്നത്. ശരി, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇപ്പോൾ 1960 കണ്ടെയ്നറുകളാണ് ഈ വിഴിഞ്ഞത്ത് ഇറക്കാൻ പോകുന്നത്. ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന സവിശേഷതയാണ് വിഴിഞ്ഞത്തിനുള്ളത്. 4 വർഷം കൊണ്ട് 9,600 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ പുതിയ സ്വപ്നങ്ങൾക്ക് ചിറക് സമ്മാനിക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികളും തുടർ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ അതിന് നിൽക്കുമ്പോൾ മാത്രമാണ് ഇത് സമ്പൂർണ്ണമായ രീതിയിൽ യാഥാർത്ഥ്യമാവുക എന്നാണ് ശ്രീ ഇലിയാസ് ജോണിനെ പോലുള്ളവർ ഈ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടത്.